വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി 3 ദിവസത്തെ വീഡിയോ ആണ്. ബട്ട് വളരെ ചെറിയ വീഡിയോ ആണ്. 3 ദിവസത്തെ എന്താണോ പ്രധാനമായി നടന്നത് അത് മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഞാൻ വിചാരിച്ചു ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തു. വളരെ കുറവാണ്. വേറെ 2 മിനിറ്റ്, ഓൾമോസ്റ്റ് 3 മിനിറ്റാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. സോ എന്തായാലും എടുത്തല്ലേ അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്തു. ഫസ്റ്റ് തന്നെ നമുക്കിനി ഒരു വലിയൊരു ഫങ്ഷൻ വരുന്നുണ്ട്. ലൈക്ക് ആ ഫങ്ഷൻ നോർമലി ആൾക്കാർ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാറില്ല. ബട്ട് വി തോട്ട് ഓക്കെ നമുക്കിങ്ങനെ ആക്കാം എന്നുള്ളത്, ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് പിടിക്കാം എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് ലെഹങ്ക അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എടുത്തു. അത് ഏതാണെന്നൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഞാൻ എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അന്നൊരു ദിവസം ഫുൾ ഷോപ്പിങ്ങിന് പോയി, കല്യാണിൽ പോയി, ജയലക്ഷ്മി പോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ അയച്ച് വീട്ടിൽ വന്നു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞ പോലെ ആ ഫംഗ്ഷന് വേണ്ടി തന്നെയാണ് ഞാനൊരു സ്ട്രെയിറ്റ്നർ മേടിച്ചു. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഐക്കോണിക്കിൻ്റെ സ്ട്രെയിറ്റ്നർ വാങ്ങിക്കണം എന്നുള്ളത്. ഐക്കോണിക് ഗ്ലാം പ്രൊഫഷണൽ സ്ട്രെയിറ്റ്നറാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് വെച്ച് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തതാണ് നേരത്തെ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് വെക്കേഷനല്ലേ, ചുമ്മാ വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഞാനും എൻ്റെ 4 ഫ്രണ്ട്സും, ലൈക്ക് മൊത്തത്തിൽ നമ്മൾ 4 പേര്, 3 ഫ്രണ്ട്സും, നമ്മളെല്ലാവരും കൂടി സനയുടെ വീട്ടിൽ പോയി. സനയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ അവിടെ കൂടി. അത് കഴിഞ്ഞ് ഇത് 3-ാമത്തെ ദിവസമാണ്. 3-ാമത്തെ ദിവസം നമ്മുടെ വീട് പണിയൊക്കെ എങ്ങനെയാണെന്ന് പോയി നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ ബാലരാമപുരത്ത് പോയിട്ട് സാരി മേടിക്കണമായിരുന്നു, സെറ്റ് സാരി ചെയ്യാൻ സാധനങ്ങളൊക്കെ. അപ്പം ഞാൻ വാങ്ങാൻ വേണ്ടി പോയതല്ല. അപ്പം അമ്മ പറഞ്ഞാൽ എന്തായാലും എടുക്ക്, നമ്മളിനി നെക്സ്റ്റ് മന്ത് അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഇതെടുക്കാമെന്ന്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വന്നിട്ട്, അതായത് സാരിയൊക്കെ എടുത്ത് വന്നതിന് ശേഷം അതായത് ഞാൻ പറഞ്ഞ ആ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ എന്താ ഈ ഡ്രസ്സ് എന്ന് തോന്നും. അപ്പം ആ ഫംഗ്ഷൻ ആ ഡ്രസ്സ് ഒന്ന് ഷേപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് പോയി ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് വന്നപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതാണ്. സ്റ്റിൽ ഇപ്പോഴും അങ്ങനെയാണ്. ഞാൻ ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുത്തത്. പക്ഷേ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് വന്നത്. അപ്പം ഞാൻ വെച്ചാൽ ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യും. എവിടെ അത് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല ആ റൂം. അതിപ്പോഴും അതിൽ വേസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ബട്ട് ഐത്തോളിലേക്ക് ഓക്കെ, എനിക്കിപ്പോൾ വയ്യ, എനിക്കെന്തോ ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ അത്ര ഒരു ഇതില്ല. അത് കഴിഞ്ഞ് KFC ഒക്കെ കഴിച്ചിട്ട്, എപ്പോഴും കാണും KFC. ദൈവമേ, ഇത്രയും KFC കഴിക്കുന്നൊരു കുട്ടി വേറെ ഉണ്ടാവില്ല തോന്നുന്നു. അങ്ങനെ ഞാൻ KFC അഡിക്റ്റാണ്. അയ്യോ, ഇപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ട്. So, Patrick, this video. I know it's a very short video, but hope you like it. Thanks for watching.